ജപ്പാനില് കൺട്രി സൈഡിൽ യാത്ര ചെയ്യുമ്പോൾ എന്നും കാണുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രെയിനുകൾ. ഓരോ ഭാഗത്തേക്കും ഓരോ നിറത്തിലുള്ള ട്രെയിൻ സർവീസാണ് ഉണ്ടാവുക. ഈ ട്രെയിനുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഇതിലൊന്ന് കയറണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇനാബയിലുള്ള സുഹാറ സ്റ്റേഷൻ മുതൽ കുവാന വരെ വെറുതെ ഒന്ന് പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ വരുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ ഞങ്ങൾ എത്തിയിരുന്നു. കൃത്യം തന്നെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. ഈ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ജപ്പാനികള് ഭയങ്കര പങ്ക്ച്വലാണ്. ഞാൻ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിക്കാന്ന് വിചാരിച്ച് ഓടി കയറിയതാട്ടോ. അപ്പൊ ഇവരാണ് പറഞ്ഞത് ട്രെയിൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാൻ ഓടി കയറി ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോൾ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വർക്ക് ചെയ്യുന്നവരും സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് ട്രെയിൻ യൂസ് ചെയ്യാറ്. മലകളും പാടങ്ങളൊക്കെ ആയിട്ട് ഇടവഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ. വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുന്നതൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റൂട്ടോ. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള യാത്ര. ജപ്പാനിലെ കൺട്രി സൈഡിൽ എല്ലാ ഭാഗത്തേക്കായിട്ട് ട്രെയിൻ സർവീസ് ഉണ്ടാവും ട്ടോ. എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ചാല് ജപ്പാനിലുള്ള ഹൊക്കൈഡോ എന്ന സ്ഥലത്തുള്ള ക്യൂ ഷിരാതാക്കി എന്നൊരു ചെറിയ സ്റ്റേഷനിൽ യാത്രക്കാരില്ലാത്തത് കാരണം അടിച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലെത്തിയത്രേ. ആ സ്ഥലത്ത് കൂടുതലായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് സ്കൂളിലേക്ക് പോയി വരാൻ ഏക മാർഗം ട്രെയിനായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിക്ക് മാത്രമായിട്ട് വേറെ ഒരു യാത്രക്കാരും ഇല്ലാതെ വർഷങ്ങളോളം അവളുടെ സ്കൂളിന്റെ സമയത്തിനനുസരിച്ച് മാത്രം ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു അത്ര. 2016 പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആ സ്റ്റേഷൻ അടിച്ചുപൂട്ടിയത്. എനിക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്നുള്ളൂ. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ തിരിച്ചു വന്നു. ഈ സ്നോഫോൾസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ട്രെയിൻ യാത്രയാണെങ്കിൽ പൊളിക്കും. ഒരു വരവും കൂടി വരേണ്ടി വരും. അപ്പൊ ഓക്കെ, ടാറ്റാ.